കർത്താവിൻ്റെ ശബ്ദം നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ടുള്ള വഴികളിൽ നമുക്ക് വെളിച്ചമായി തീർക്കുന്നു. നമ്മോട് സംസാരിച്ച കർത്താവിനെ കരങ്ങളടിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. സ്വർഗത്തിന് ഏറ്റവും പ്രീതികരമായ ഒരു ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അല്പസമയം നമ്മൾ ഒരുമിച്ച് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ഹൃദയഭാരം നമ്മുടെ ഹൃദയഭാരമായി മാറുമ്പോഴാണ് നമുക്ക് തീഷ്ണതയോടെ മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കഴിയുക. ഈശോയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് ഒരു ദൈവ പൈതൽ തിരിച്ചറിയണം. ആ വേദന നമ്മൾ സ്വന്തമാക്കി പ്രാർത്ഥിക്കുന്നിടത്താണ് സ്വർഗം നമ്മളെ പ്രതി സന്തോഷിക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനയോട് നമ്മുടെ കർത്താവ് ഒരിക്കൽ ഒരു ദർശനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഓരോ പാപിയുടെയും ആത്മനാശം എനിക്കുണ്ടാക്കുന്ന വേദന വളരെ വലുതാണ്. വലതുകൈ ഉയർത്തി പറയാം, ഹല്ലേലൂയ. ദയവായി നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ ഏറ്റവും വലിയ ഭാരം ഈ ലോകത്തിൽ പാപികൾ നാശത്തിലേക്ക് പോകുന്നതാണ്. ഓരോ പാപിയുടെയും ആത്മനാശം കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. ആ വേദന നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നതാണ് സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യം. രണ്ട് കരങ്ങളും അവർ സന്നദ്ധയിലേക്ക് ഉയർത്തി, ലോകം മുഴുവൻ നാശത്തിലേക്ക് പോകുന്ന, പാപത്തിൽ വഴുതി വീണുപോയ, ആത്മാവ് അതിൻ്റെ രക്ഷ നാശത്തിലായിപ്പോയ ജീവിതങ്ങൾക്ക് വേണ്ടി ഇപ്രകാരം കർത്താവിൻ്റെ കുരിശിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ലോകം മുഴുവനുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനമുള്ള 800 കോടി ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ദേശത്തെ നവീകരിക്കണമേ. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മാനവരാശിയെ വിടുവിക്കണമേ. ലോക ജനതയെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാൻ അനുതാപത്തിന്റെ ആത്മാവിനെ ലോകത്തിന്റെ മേൽ വർഷിക്കണമേ. സകല പാപികളുടെയും മാനസാന്തരത്തിനു വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിൽ ആത്മാവിന്റെ രക്ഷ ആവശ്യമായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങളുടെ ദേശത്ത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ സഹനങ്ങൾ സമർപ്പിച്ച് ഒരുമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരം ഉയർത്തി സ്വതന്ത്രമായ ഒരു നിമിഷം സകല ആത്മാക്കൾക്കും വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമെമ്പാടും ശാലോമിന്റെ ഭാരങ്ങളിൽ ആത്മാവിൽ ഐക്യപ്പെട്ട് ലോകം മുഴുവനുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ കർത്താവേ അങ്ങയുടെ കാരുണ്യം ഒഴുക്കണമേ. 7 വൻകരകളിൽ ലോക ജനതയിൽ അങ്ങയുടെ കാരുണ്യം ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലരും മാനസാന്തരത്തിലോട്ട് വരട്ടെ. ആത്മാവ് രക്ഷയ്ക്കായി കൊതിക്കുന്ന ജീവിതങ്ങളെ ഈ രാത്രിയിൽ തുടരണമേ ദൈവമേ. മരണകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെ ഈ രാത്രിയിൽ സന്ദർശിക്കണമേ. കഠിനഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഇതാ ഞങ്ങൾ ഒരുമിച്ച് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്തോത്രം. കരങ്ങളടിച്ച് പ്രാർത്ഥിക്കാനായി കണ്ണീരേകണമേ. ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാനായി കണ്ണീരേകണമേ. ആത്മാവേ എന്നെ ഒരുക്കണമേ. ആത്മാവേ എന്നെ അയക്കണമേ. 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 ഒരു നിമിഷം കണ്ണുകൾ അടച്ച്
കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ലോക സുവിശേഷവൽക്കരണം. ആത്മാക്കളുടെ രക്ഷയ്ക്കുന്ന ലോകത്ത് വേണ്ടത് സുവിശേഷം കാട്ടുതീ പോലെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് കത്തിപ്പടരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ വേല ചെയ്യുന്ന വ്യക്തികൾ, ഗ്രൂപ്പുകൾ, കൂട്ടായ്മകൾ, മിനിസ്ട്രികൾ ഈ കാലഘട്ടത്തിൽ ഉണർവ് പ്രാപിക്കേണ്ടത് ഈ അന്ത്യകാലത്തിൻ്റെ വലിയൊരു ആവശ്യകതയാണ്. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രകാരം പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സകല ഗ്രൂപ്പുകളെയും സകല മിനിസ്ട്രികളെയും എല്ലാ സുവിശേഷകരെയും ഈ രാത്രിയിൽ വീണ്ടും ഉണർത്തണമേ, വീണ്ടും ഉണർത്തണമേ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന എല്ലാ സുവിശേഷകരെയും ധ്യാന കേന്ദ്രങ്ങളെയും നവീകരണ പ്രവർത്തനങ്ങളെയും ആത്മാവിനെ അയച്ച് വീണ്ടും ഉണർത്തണമേ, വീണ്ടും ഉണർത്തണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തെയും സുവിശേഷത്തെയും ഉയർത്തുന്ന എല്ലാ ചാനലുകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗുഡ്നസ് ചാനലിനെ അനുഗ്രഹിക്കണമേ, ഷക്കീന മിനിസ്ട്രി അനുഗ്രഹിക്കണമേ, ഷാലോം മിനിസ്ട്രി ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ധ്യാനകർക്കും വേണ്ടി ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കേരളത്തിലും ഭാരതസഭയിലുമുള്ള എല്ലാ സുവിശേഷ മിനിസ്ട്രികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഡിവൈൻ ധ്യാനകേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ. ഓ സഗിയോൻ മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എംഎസ്എഫ്ഐ സഭാസമൂഹങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫിയാത്ത് മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള നവീകരണ പ്രവർത്തനങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് സന്ദർശിക്കണമേ. യുവജന മുന്നേറ്റങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മുഴുവൻ ആത്മാവിന്റെ അതിശയകരമായ പ്രവൃത്തികൾ സംഭവിക്കട്ടെ. ലോക സുവിശേഷവൽക്കരണം ത്വരിതഗതിയിലാകട്ടെ. കർത്താവിന്റെ മഹത്വം പറയുന്ന ശുശ്രൂഷകൾ ലോകത്ത് ഉദയം ചെയ്യട്ടെ. അനേകം അന്ത്യകാല പ്രവാചകന്മാർ ഈ രാത്രിയിൽ ഉദയം ചെയ്യട്ടെ. രാജ്യങ്ങളെ കീഴടക്കുന്ന അത്ഭുത അഭിഷേകമുള്ള അപ്പോസ്തലന്മാർ ഉദയം ചെയ്യട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്തോത്രം. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. സഭയുടെയും ലോകത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ഷാലോമിൻ്റെയും എല്ലാ നിയോഗങ്ങളും അമ്മ വഴിയായി സമർപ്പിച്ച് ഒരിക്കൽ കൂടി നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ നിത്യപിതാവിന് സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്വസ്ഥാനങ്ങളിൽ നമുക്ക് മുട്ടുമേൽ ആയിരുന്നു കൊണ്ട് പരിശുദ്ധമായ ദിവ്യകാരുണ്യം ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നു. ഈ ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും സജ്ജമാക്കി മുട്ടുമേലായിരുന്നു കൊണ്ട് പ്രാർത്ഥനാ ഗീതത്തോട് ചേർന്ന് നമ്മുടെ കർത്താവിനെ ബലിപീഠത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ് ജീവന്റെ അപ്പമായി എഴുന്നള്ളുന്നു. ഹൃദയം തുറന്ന് നമ്മുടെ രാജാതിരാജനെ വരവേൽക്കാം. ആരാധന, 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 ആരാധന. അബ്രഹാമിൻ
ഇസ്ഹാക്കിനിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ നാഥനേ ആരാധന. കരങ്ങൾ ഉയർത്തി വീശി, ഇരുകരങ്ങൾ ഉയർത്തി വീശി രാജാതി രാജനെ എതിരേൽക്കാം. ജീവന്റെ നാഥനായ ദൈവം, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ചേർന്ന് പാടാം. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് അരുളി ചെയ്തുകൊണ്ട് ജീവന്റെ അപ്പമായി കടന്നു വന്ന ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളും വേദനകളും ആകുലതകളും ഉത്കണ്ഠകളും തിരിച്ചറിഞ്ഞ്, മകനെ മകളെ, ഞാൻ നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് അരുളി ചെയ്തുകൊണ്ട് കൂടെ വസിക്കുന്ന, കൂട്ടയായിരിക്കുന്ന ദൈവം, കൂടെയായിരിക്കുന്ന ദൈവം, അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ജീവന്റെ അപ്പമേ, ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആത്മാവിലായിരം മുറിവിണു കീടുന്ന ആത്മീയ നിമിഷമേ ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമേ ആരാധന. ഇരുകരങ്ങൾ ഉയർത്തി വീശി ആരാധന, 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 വീണ്ടും വീണ്ടും ആലപിക്കാം. ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഇരുകരങ്ങളും ഈശോയുടെ നേരെ നമ്മൾ നീട്ടിപ്പിടിക്കുകയാണ് പ്രിയരെ. ഇതാണ് ജീവന്റെ ഉറവിടം, ഇവിടെയാണ് ജീവന്റെ കേന്ദ്ര ബിന്ദു. ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ഈ ജീവിക്കുന്ന ദൈവത്തെ, നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്ന, നവീകരിക്കുന്ന, പരിപാലിക്കുന്ന, നട്ടുനനയ്ക്കുന്ന, പണിതുയർത്തുന്ന ഈ ജീവന്റെ അപ്പനത്തിലേക്ക് ജീവിതം ചേർത്ത് വെച്ച് ഇരുകരങ്ങളും ഉയർത്തി അതരം തുറന്ന്, ഹൃദയം തുറന്ന് സ്തുതികൾ അർപ്പിക്കുക. അതരം തുറന്ന് വിളിക്കുക, ഈശോയെ വിളിക്കുക, യേശുവിനെ വിളിച്ച് ആരാധിക്കുക. യേശുവേ
യേശുവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരും. പ്രിയരേ, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ തകർച്ചയിലേക്ക്, നമ്മുടെ സകല വഴികളിലേക്ക് ഇതാ രക്ഷകൻ കടന്നു വരുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അവിടുന്ന് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ തള്ളിക്കളയുകയോ ഇല്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ വീണ്ടെടുക്കും, ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ, ഇത് ഞാനാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്നരുളി ചെയ്തുകൊണ്ട് കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണു നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്നരുളി ചെയ്തുകൊണ്ട് ഞങ്ങളെ പിരിയാതെ, പിരിഞ്ഞകലാതെ, കുറ്റപ്പെടുത്താതെ, ഒറ്റപ്പെടുത്താതെ, വഴിചാരിക്കളയാതെ, വിധിക്കാതെ സ്നേഹിച്ചു സ്നേഹിച്ചു സ്നേഹമായി തീർന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോടു ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെയുണ്ടായിരിക്കുമെന്നരുളി ചെയ്തുകൊണ്ട് കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകൾ തുറന്ന് സാധിക്കുന്നവര് ത്യാഗത്തോടെ തന്നെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഈശോയെ നോക്കുക. സങ്കീർത്തനം 34 അധ്യായം 5 വാക്യം നമുക്കറിയാം. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. പ്രിയരെ, രോഗത്തിൻ്റെ ഇരുൾ മൂടിയ, ഖനീഭവിച്ച, നിരാശയിൽ ആഴപ്പെട്ട വിഷാദ ഹൃദയങ്ങളെ അവിടുത്തെ നോക്കുക. സൗഖ്യത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വിടുതൽ നൽകി, സ്വാതന്ത്ര്യം നൽകി ആ പ്രകാശം പരത്തും. അതെ, നീ ലജ്ജിതനാവുകയില്ല, നീ ലജ്ജിതയാവുകയില്ല. മറ്റുള്ളവരാൽ തിരസ്കൃതരായി ഇനി എന്തിനാ കർത്താവെ ജീവിക്കുന്നത്
ഞാൻ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? ആർക്കും എന്നെ വേണ്ട. ഒറ്റപ്പെട്ട അവസ്ഥ, തളർന്നു പോയ അവസ്ഥ, കടബാധ്യതയുടെ ആഴങ്ങള്, മക്കൾ അനുസരിക്കുന്നില്ല, ജീവിത പങ്കാളി വഴിമാറിപ്പോയി, എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ കർത്താവേ. എത്രയോ രാത്രികൾ കരഞ്ഞ് കരഞ്ഞ് കണ്ണീർ വറ്റി തമ്പുരാനെ. പ്രിയരെ, നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ലെന്ന് മാത്രമല്ല, തകർന്നുലഞ്ഞ് തളർന്നുപോയ ജീവിതത്തെ ആ ദൈവം ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കും. നീ തളരല്ലേ. നീ തകർന്നവനാണോ മകനെ? നീ തകർന്നവളാണോ മകളെ? ഞാൻ നിൻ രക്ഷകൻ. നിന്റെ തകർച്ചകളെല്ലാം നന്മയാക്കി മാറ്റുന്ന ദൈവമാണ് നിന്നെ ഞാൻ വീണ്ടെടുക്കും. നിനക്ക് ഞാൻ കരുത്തു നൽകും. നിനക്ക് വീണ്ടും ഞാൻ ആരോഗ്യം നൽകും. നീ തകർന്നവനാണോ മകനേ? നീ തകർന്നവനാണോ മകനെ? നീ തകർന്നവളാണോ മകളേ? നീ തകർന്നവളാണോ മകളെ? നീ തകർന്നവനാണോ മകനേ? നീ തകർന്നവളാണോ മകളേ? ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു നായകൻ. നീ തകർന്നവനാണോ മകനേ? നിന്റെ തകർച്ചകൾ നന്മയാക്കി മാറ്റുന്ന ദൈവം. നീ തകർന്നവളാണോ മകളെ? നീ തകർന്നവളാണോ? നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം. ഞാൻ നിന്റെ ഇതാ ഞാനാണെന്ന് ദൈവം പറയുന്നു. നിന്റെ തകർച്ചകളെല്ലാം നന്മയായി മാറ്റുന്നവൻ യേശു നായകൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടത്തേക്ക് സ്നേഹാരാധനകൾ അർപ്പിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. പക്ഷേ ഒരു കാര്യം അവിടുത്തെ നോക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഊഷരതയാർന്ന പ്രശ്നങ്ങളിൽ, ചുട്ടുപൊള്ളുന്ന സഹന അനുഭവങ്ങളിൽ, ഒരുപക്ഷെ മറ്റുള്ളവരാൽ നമ്മൾ തിരസ്കൃതരാകുമ്പോൾ വ്യക്തികളിലേക്കല്ല നോക്കേണ്ടത്, പ്രശ്നങ്ങളിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് യേശുവിലേക്ക് നോക്കണമെന്നുള്ള ആഹ്വാനം വചനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ്. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. നമുക്ക് കർത്താവിനെ പാട്ടുപാടി, കരങ്ങളടിച്ച് പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തി നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളും കർത്താവ് എടുത്തു മാറ്റുകയാണ്. എല്ലാ ദുഃഖ നൊമ്പര അനുഭവങ്ങളും കർത്താവ് എടുത്തു മാറ്റുകയാണ്. വലിയ സ്വർഗീയ കൃപ നിറയ്ക്കുകയാണ്. വലിയ അഭിഷേകം നിറയ്ക്കുകയാണ്. വിശ്വസിക്കുക, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എന്നെ തേടി വന്നു. എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കും. എനിക്കൊരു പുതിയ ജീവിതമുണ്ട്. എനിക്കൊരു നവീകരിക്കപ്പെട്ട അനുഭവമുണ്ട്. എനിക്കൊരു പുത്തൻ അഭിഷേകമുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ പാടി ആരാധിക്കണമെന്ന് കരങ്ങളടിച്ച്, ശക്തിയോടെ കരങ്ങളടിച്ച്
സമാധാനം തരുന്നു. ലോകം തരുന്നത് പോലെയല്ല എന്റെ സമാധാനം, ആരും നിങ്ങളുടെ അടുത്ത് കളയുകയില്ല. ഓ കർത്താവേ, അവിടുത്തെ സ്വാതന്ത്ര്യം, അവിടുത്തെ സന്തോഷം, അവിടുത്തെ സമാധാനം, അവിടുത്തെ ആനന്ദം, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളിൽ നിറച്ച് ലോകത്തിന്റെ ദീപമായി ഭൂമിയുടെ ഉപ്പായി ഞങ്ങൾ ഉണരട്ടെ. കാത എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നെ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥാ, നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥാ, നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന വീശി ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന വീണ്ടും വീണ്ടും ആരാധന. ആരാധന അങ്ങേക്ക്, 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 ഓ ദൈവമേ, അങ്ങേക്ക് ആരാധന. ഓ കർത്താവേ, അങ്ങേക്ക് ആരാധന. ഓ ഞങ്ങളുടെ സ്നേഹധനായ നാഥാ, ഞങ്ങളെ തേടി വരുന്ന നല്ല ഇടയാ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഓ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ആരാധന, ആരാധന. യേശുവേ, ആരാധന. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. അതിരം തുറന്ന് യേശുവിനെ വിളിക്കുക. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. ഇതാ ഇതാ ദൈവം സ്വർഗം തുറന്നിറങ്ങി ജീവിക്കുന്ന ദൈവമായി നമ്മുടെ മണ്ണിൽ വസിക്കുന്നു. നമ്മുടെ മുന്നിൽ ഇറങ്ങി വന്ന ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, രാജാതി രാജാ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുക. പ്രിയരെ, നമ്മെ കാണുന്ന ദൈവം, സ്നേഹം തന്നെയായ ദൈവം, വചനമായ ദൈവം, ആ ദൈവം നമ്മെ കാണുന്നു, നമ്മെ കേൾക്കുന്നു, നമ്മെ അറിയുന്നു. മറ്റാരും നമ്മളെ കാണേണ്ട രീതി കാണുകയില്ല. നമ്മുടെ രോദനവും നിശബ്ദമായ കണ്ണീരൊഴുക്കലും കണ്ടറിയുന്നവനാ നമ്മുടെ ദൈവം. ആരൊക്കെ മറന്നാലും കുഞ്ഞേ, നിന്നെ എനിക്ക് മറക്കാനാവോടാ, മകളെ എനിക്ക് മറക്കാനാവോടി എന്ന് ചോദിച്ച് മൂർധാവിൽ മുത്തം നൽകി ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു നിമിഷം ശാന്തമായി സ്വസ്ഥാനങ്ങളൊന്നിരിക്കാമോ? ഏറ്റവും ശാന്തതയോടെ കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ഈശോ നമ്മെ കാണുന്നു, ഈശോ നമ്മെ കേൾക്കുന്നു. ഉള്ളം നൊന്ത് തേങ്ങുന്ന നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയറിയുന്ന കർത്താവ്, നിന്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മയും വല്ലായ്മയും കണ്ടറിയുന്ന ദൈവം, ആരൊക്കെ മറന്നാലും ഞാൻ നിന്നെ മറക്കയിൽ നരളിച്ച ദൈവം, ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോൾ ഉള്ളം കയ്യിൽ താങ്ങാം കുഞ്ഞെ ഞാൻ. ഉള്ളിലെ നൊമ്പരപ്പാടുകളിൽ ചുംബനമേകി തലോടുന്ന കാരുണ്യമേ, പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ ദൈവമേ, ഈ കൂട്ടായ്മയിൽ തകർന്നടിഞ്ഞ ജീവിതങ്ങളുണ്ട് കർത്താവേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ഹൃദയങ്ങളിലേക്ക് അവിടുത്തെ കരുണ ചൊരിയണേ കർത്താവേ. ആടിയുലഞ്ഞ്
വിഷാദത്തിന്റെയും നിരാശയുടെയും നെരിപ്പോടിൽ എരിയുന്നു കർത്താവേ. അനേകം കുടുംബങ്ങള്, തകർന്നടിയുന്ന ജീവിതങ്ങള് കർത്താവേ, നീ കൈപിടിക്കണേ, അങ്ങ് ചേർത്തണയ്ക്കണേ, അങ്ങ് വിശുദ്ധീകരിക്കണേ, അങ്ങ് മുറിവണക്കണേ. ശാന്തമായിരുന്ന ഈരടി കേൾക്ക് പ്രിയരെ. ഈരടിയിലൂടെ ഈശോയുടെ സാന്ത്വനം നമ്മൾ അറിയുന്നു. ഉള്ളം നൊന്തു നീ തീങ്ങുമ്പോ ഉള്ളം കൈ താങ്ങാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഈശോ ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോ ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, എൻ്റെ കുഞ്ഞേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഞാൻ നിന്റെ ദൈവമല്ലേ. ഇടരല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാ ഞാൻ കൂടെയില്ലേ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടരല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാ ഞാൻ കൂടെയില്ലേ. എൻ്റെ കുഞ്ഞേ എൻ്റെ കുഞ്ഞേ, പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. നിന്റെ ദൈവം ഞാനാണ്. ഇടറാതെ, പതറാതെ, തളരാതെ ഇതാ ഞാൻ നിന്റെ കരം പിടിക്കുന്നു. നീ തളരരുത്, നീ പതറരുത്, നീ ഇടറരുത്. നിന്നോടുകൂടെ ഞാനുണ്ട്. നിന്റെ തളർന്ന ജീവിതത്തെ, നിന്റെ നുറുങ്ങിയ ഹൃദയത്തെ, നിന്റെ മുറിവേറ്റ മനസ്സിൻ്റെ ഉള്ളറകളെ തൊട്ടു സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ. ആരൊക്കെ നിന്നെ മറന്നാലും, ആരൊക്കെ നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ വെറുത്താലും, ആരൊക്കെ നിന്നെ വെറുത്താലും ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഒരു വേള പോലും പിരിയില്ല ഞാൻ. ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഈശോ, ഒരു വേള പോലും പിരിയില്ല ഞാൻ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടരല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാ ഞാൻ കൂടെയില്ലേ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നമുക്ക് മെല്ലെ മുട്ടുകുത്താം പ്രിയരെ. നിന്റെ ദൈവം ദൈവത്തിന്റെ സ്നേഹത്താരാട്ട് കേട്ട് മുട്ടുകുത്തി അവിടുത്തെ സ്നേഹത്തിന്റെ സ്പർശം അനുഭവിക്കാം. നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പൊന്നു തമ്പുരാൻ്റെ മുൻപിൽ ഒരിക്കൽ കൂടി നമ്മളെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുടുംബത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ മക്കളെ ഓർക്കാം, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ,
നമ്മുടെ അയൽപക്കക്കാർ, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവർ എല്ലാവരെയും ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലേക്ക് കടന്നു വരണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ വെറും കൈയോടെ അവിടുന്ന് പറഞ്ഞയക്കരുതേ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേക്കാരാധന. ചേർന്ന് പാടാം. യേശുവേ, അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. യേശുവേ, അങ്ങേക്കാരാധന. നമുക്ക് ഈ നിമിഷം കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഈശോയിലേക്ക് നമ്മളെ സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. ദിവ്യശരീരം മാനവനാ നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ. ദിവ്യദിനത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി എല്ലാ
മഹത്വം കർത്താവിന് കൊടുത്തുകൊണ്ടെന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന പൊന്നത്തമ്പുരാൻ എല്ലാ മഹത്വം കൊടുത്തുകൊണ്ട് യേശുവേ, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എപ്പോഴും നമ്മളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മളെ വഴി നടത്തുകയും നമ്മളെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയായി ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ചിന്തോലും വടിയും ഭൂമിയിലാശ്വാസം, അങ്ങേ സാന്നിധ്യം